എന്തായാലും ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോ എന്റെ ചക്കരക്കുട്ടി മിടിക്കുകയല്ലോ. ഐഷുവിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, ഋതുവാഞ്ചി. ഏത് ഐസ്ക്രീമാ വാങ്ങി തന്നേ? സ്ട്രോബെറി. നിന്റെ ഐസ്ക്രീം തീറ്റി ഇത്തിരി കൂടുന്നുണ്ട്. ഇപ്പഴല്ലേടി ഐസ്ക്രീം കഴിക്കാൻ പറ്റൂ. കൊറേ വളർന്നു കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കാൻ പറ്റുമോ? അതെന്താ, മുതിർന്നവര് ഐസ്ക്രീം കഴിച്ച ഇറങ്ങൂലേ? 60% പേർക്കും ഷുഗറാ. കാലം ചെല്ലും തോറും ഈ രോഗം കൂടിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ കഴിക്കുന്ന ആഹാരം പോലും വിഷമല്ലേടി. നിനക്കെന്താ മോളെ ഒരു ടെൻഷൻ? ഒന്നുമില്ലമ്മേ. അതല്ല, എന്തോ ഉണ്ട്. അവക്ക് ടെൻഷൻ കാണൂടി. തുളസിക്കതിര് പോലെ വിശുദ്ധയായ ഒരു അമ്മായിയമ്മയല്ലേടി മറ്റൊരു ദേശത്തേക്ക് കടന്നു കളഞ്ഞത്. സങ്കടം കാണും. പിന്നെ സങ്കടം. ഞാൻ എത്ര രൂപ കടക്കാരിയാണെന്ന് അറിയാവോ? അതെന്താ, നീ കടം വാങ്ങിച്ചവർക്ക് കൊടുത്തോ? അതൊന്നും അല്ല. ഈ ബാധയൊന്ന് ഒഴിഞ്ഞു പോവാൻ വേണ്ടി ഞാൻ ചെറിയ വഴിപാടൊന്നും അല്ല അമ്പലങ്ങളിൽ നേർന്നിരിക്കുന്നത്. ആറ്റുകാലില് ശത്രു സംഹാര പുഷ്പാഞ്ജലി, കരിക്കകത്ത് രക്തപുഷ്പാഞ്ജലി, ഗുരുവായൂര് വെണ്ണ നിവേദ്യവും കദളിക്കൊലയും, കാടാമ്പുഴയില് പൂമൂടലും, അമ്പലപ്പുഴ കണ്ണന് പാൽപായസവും. ഇതിനൊക്കെ എത്ര രൂപ വേണമെന്ന് അച്ഛൻ അറിയോ? നീ എത്ര വഴിപാട് കഴിച്ചാലും ആ കിളവി ബൂമറാങ് പോലെ തിരിച്ചു വരും. ഇടി, നിന്റെ ഭർത്താവല്ലേ പറഞ്ഞത്? അവരെന്താ ഇരുട്ടി തപ്പണത്? രഹസ്യമായിട്ട് വീണ്ടും വെള്ളടി തുടങ്ങിയോ? ദേ വേണുവേട്ടാ, എന്റെ മരുമകനെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. അവനിപ്പോ പഴയ ജയനൊന്നും അല്ല, തങ്കപ്പനായൊരു പൊന്നപ്പന. എന്നെ കുറിച്ചാണല്ലോ പരദൂഷണം. അയ്യോ, നിന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞത് ഞാനോ പ്രിയോ ഒന്നും അല്ല, നിന്റെ അമ്മായപ്പനാ. ദേ ഈ വേണു അശൻ. ഇങ്ങേർക്കല്ലെങ്കിൽ പണ്ടേ എന്നോട് കലിപ്പാണല്ലോ. പാവയ്ക്കായി പാല് മാത്രം കഴിക്കുന്ന ഒരു അമ്മായിയപ്പന് കിട്ടിയതേ എന്റെ കഷ്ടകാലം.